സ്വിഫ്റ്റ് ഒക്കെ സ്വന്തമാക്കി ഇപ്പൊ സ്വിഫ്റ്റ് ഏകദേശം 11 ലക്ഷം വില ഉണ്ട്. ഒരു സ്വിഫ്റ്റ് ഒക്കെ സ്വന്തമാക്കുന്ന റേറ്റിൽ ഒരു ഫോർച്യൂണർ NOC നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, 6 എയർ ബാഗ്, ഫോൺ വയർലെസ് ചാർജിങ്, സൺറൂഫ്, സ്റ്റിയറിംഗ് കൺട്രോൾ, പാഡൽ ഷിഫ്റ്റ്, ടച്ച് സ്ക്രീന്, കിയ കണക്ട് തുടങ്ങി ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുക്കും. അതെ ഏകദേശം 14,000 രൂപന്റെ ബക്കറ്റ് സീറ്റാണ് ചെയ്തിട്ടുള്ളത്. AC അതുപോലെ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഡീസലാണ്. കാല് കൊടുത്ത മാർക്കറ്റ് വില ഏകദേശം 3.5 ലക്ഷം രൂപ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, നമ്പർ ആക്കിയിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 2,80,000 രൂപക്ക് വണ്ടി കൊടുക്കും. 280 കേരള നമ്പർ ആക്കി അതിന് 10,60,000 രൂപ രണ്ടും കൂടി വരും. ഇതൊക്കെ ചെയ്തിട്ട് അവരെ പേരിക്കാണ് മാറ്റിയിട്ട് വെറും 6,70,75,000 രൂപ. മലയിൽ മീഡിയയിലെ ഒരു ബഡ്ജറ്റ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ള വാഹനങ്ങൾ ബഡ്ജറ്റ് വാഹനങ്ങൾ മാത്രം, ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി അടിപൊളി വാഹനങ്ങൾ വേണ്ടവര് ഈ വീഡിയോ അവസാനം വരെ കണ്ടോളി. ഞാൻ ഒരുപാട് തള്ളി മറിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തോളി. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകും നമ്മുടെ ഫാദർ തന്നെയാണ്. മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന വണ്ടികളുടെ ഇന്ന് കൊണ്ടുവന്ന വണ്ടികള് 2 ഫോർച്യൂണർ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്, ബഡ്ജറ്റ് ഫ്രണ്ട് വണ്ടി. നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഒരു സ്വിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഫോർച്യൂണർ എടുക്കാം, അതാണ് ഹൈലൈറ്റ്. ഒരുപാട് പേര് സ്വപ്നമായിരിക്കും ഒരു വലിയ വണ്ടി സ്വന്തമാക്കണം. അത് മാത്രമല്ല 2 ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. അതെ ഇനിയിപ്പോ ഗിയർ മാറ്റാനും ക്ലച്ച് ചവിട്ടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, പിന്നെ അത് ഓട്ടോമാറ്റിക് വണ്ടി, പിന്നെ അത്യാവശ്യം മോഡിഫൈ ചെയ്ത ചെറിയൊരു അടിച്ചു വിളിക്കാൻ പറ്റുന്ന ഡീസൽ. അത് വളരെ റയർ വണ്ടി കേട്ടോ. ഡീസൽ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 25 കിലോമീറ്ററോളം മൈലേജ് കിട്ടാനില്ല, പെട്രോളേ ഉള്ളൂ. റയർ വണ്ടി തന്നെ നമുക്ക് പറയാം. റയർ വണ്ടിക്ക് അതിന്റേതായിട്ടുള്ള റേറ്റും കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മൾ അഫോർഡബിൾ പ്രൈസ് ആണ് കൊടുക്കുന്നത്. ലോൺ കിട്ടുന്ന വണ്ടികളും ഉണ്ട്, ലോൺ കിട്ടാത്ത വണ്ടികളുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ചെറുതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് വരെ നമുക്ക് ഫോർച്യൂണറിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ചുണക്കുട്ടല്ലേ, ഒരുപാട് ക്യാഷ് ഇറക്കി മോഡിഫൈ ചെയ്തൊരു വണ്ടി. ഇത് വൈറ്റ് കളർ വണ്ടിയായിരുന്നു, ഒരു കിഡിലൻ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ടയർ ഏകദേശം 25,000 രൂപ വില വരുന്ന അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എടുക്കുന്ന ആൾക്ക് ഡീസൽ അടിക്കുക ഓടിക്കുക അത്രേ ഉള്ളൂ. ബാക്ക് ടയറൊക്കെ ഫുൾ കട്ട ടയറാണ്. പിന്നെ അത് മാത്രമല്ല കളർ ചേഞ്ച്, ഫുൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഓവറായിട്ട് MVD പിടിക്കത്തക്ക മോഡിഫൈ ചെയ്തിട്ടില്ല, നിയമപരമായിട്ടുള്ള തന്നെ ചെയ്തിട്ടുള്ളൂ. അതെ ഓവറോൾ ലുക്ക് പക്കയാണ്. നമ്മൾക്ക് ഇന്റീരിയർ കാണിച്ചു കൊടുക്കും. അതെ ഏകദേശം 14,000 രൂപന്റെ ബക്കറ്റ് സീറ്റാണ് ചെയ്തിട്ടുള്ളത്. AC അതുപോലെ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഡീസലാണ്. കാല് കൊടുത്ത പറക്കും. മോഡല് കിലോമീറ്റർ നമ്മള് മീറ്ററിൽ കാണുന്നത് 190 ആണ്. പക്ഷെ പഴയ വണ്ടിയാണ്, ജെന്യുവിനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ മെക്കാനിക് എഞ്ചിൻ റൂം ജസ്റ്റ് ഒന്ന് കാണിക്കാം. മെക്കാനിക് പരമായിട്ടൊക്കെ വണ്ടി ഫിറ്റ് ആണ്, ഒന്നും ചെയ്യാനില്ല, ഫുള്ള് വർക്ക് എടുത്തതാ. ഏകദേശം ഒരു 80,000 രൂപന്റെ വർക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. എൻജിൻ പരമായിട്ട് എൻജിൻ ഫുള്ള് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. ആപ്രോണോ കാര്യങ്ങളോ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക്ഷോപ്പ് നാളെ കൊടുത്തിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം. പുതിയ ബാറ്ററിയാണ്, ഡീസലാണ്. ഷുവറായിട്ടും 25 കിലോമീറ്ററോളം മൈലേജ് എങ്ങനെയാലും നമുക്ക് പറയാം. ഇതിന്റെ പ്രൈസ് 31-41 ഫാൻസി നമ്പറും ഉണ്ട്. KL10 ആണ് രജിസ്ട്രേഷൻ. ലോണ് കിട്ടൂല. നമുക്ക് ഈ ഒരു വണ്ടി എത്ര രൂപ കൊടുക്കാം? നമുക്ക് ഒരു 1,60,000 കൊടുക്കാം. 80,000 രൂപന്റെ പണി എടുത്ത വണ്ടിയാണ്. മോഡിഫൈ ചെയ്യുന്നവർക്ക് ഇതിന്റെ റേറ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അടുത്തതായി നമുക്ക് ഹോണ്ട സിവിക് പരിചയപ്പെടാം. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, സ്റ്റോക്ക് കണ്ടീഷൻ. പുതിയ വണ്ടി എടുക്കുന്ന അതേ ഫീലുള്ള വണ്ടി. ഇതിന്റെ ആ ചെറിയ പാഡുകളൊക്കെ നമുക്ക് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നോക്കിയാൽ അറിയാം. തീർച്ചയായിട്ടും ഒരു പൊടി പോലും ഉണ്ടാവില്ല. കണ്ടീഷനിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാം. കാരണം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 2009 ആണ് മോഡൽ വരുന്നത് കേട്ടോ. 10 രജിസ്ട്രേഷൻ 9 മോഡൽ 10 രജിസ്ട്രേഷൻ. ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. ലോണൊന്നും കിട്ടൂല, 10 ലോൺ കിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം, ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. ഇല്ല, അത് കിട്ടൂല എന്ന് തന്നെ പറയാം. റിസ്കിൽ വേണമെങ്കിൽ എടുത്തോട്ടെ. ഈ വണ്ടിക്ക്
ലോൺ കിട്ടൂല, ചാൻസ് കുറവാണ്. പിന്നെ ഇതിന്റെ പവർ 1.8 IVTEC എഞ്ചിനാണ് വരുന്നത്. നമുക്ക് എന്താ എഞ്ചിൻ പരമായിട്ട് കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും, കാരണം ഹോണ്ടന്റെ എഞ്ചിനാണ് ഇത്. ഇത്ര കാലമായിട്ടും വെറും 94,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ ആണ്. കാരണം നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിന് സീറ്റ് ആയിക്കോട്ടെ, എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്ലൈമറ്റ് കൺട്രോൾ, AC കമ്പനി മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, പാഡൽ ഷിഫ്റ്റ് ഇന്റീരിയറൊക്കെ പക്കയാണ്, ഒന്നും പറയാനില്ല. മൈലേജ് നമുക്കൊരു 10 to ഓട്ടോമാറ്റിക് ആണ്, 12 വരെ പ്രതീക്ഷ മതി. 10 to 12, കാരണം അത്ര മൈലേജ് വരുള്ളത് സിവിക്ക് ഉപയോഗിക്കുന്നവർക്ക്. ബാക്ക് സൈഡ് വരാൻ ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ വർക്കിംഗ് ആട്ടോ. ഇതിൽ ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമ്മള് ആ റേറ്റ് അങ്ങോട്ട് പൊട്ടിച്ചോ വണ്ടിന്റെ ആ ഒരു ഇതിന്റെ ഒരു നല്ലൊരു ഇതിന് മാർക്കറ്റ് വില ഏകദേശം 3.5 ലക്ഷം രൂപ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമ്പർ ആക്കിയിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 2,80,000 രൂപക്ക് വണ്ടി 2.80 നമുക്ക് നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്തിട്ടാ. അതെ 5 വർഷത്തേക്ക് പുതിയ പേപ്പർ 2030 വരെയുള്ള പേപ്പർ എടുത്ത് 2,80,000 രൂപക്ക് നമുക്ക് എല്ലാം കഴിച്ചിട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും ചെറുതായിട്ട് വരികയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് നമ്മൾ ഓവറായിട്ട് വരില്ല, എന്തെങ്കിലും ചെറുതായിട്ട് കച്ചവടം നടക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഡീസലിൽ ഏകദേശം 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം, അതും 19.5 ലക്ഷം അന്ന് ഓൺ റോഡ് പ്രൈസ് വരുന്ന കിയ സോണറ്റ് GT ലൈൻ അല്ലേ, ഏറ്റവും ടോപ്പ് എൻഡ്. ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലത്തെ പറഞ്ഞു കൊടുക്ക്. അതെ, LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, അതുപോലെ തന്നെ നല്ല കിഡിലൻ ഗ്രില്ല് വരുന്നുണ്ട്. GT ലൈൻ്റെ ചെറിയ ബാഡ്ജിങ് കാണാൻ പറ്റും. ഫോഗ് ലാമ്പ് പ്രൊജക്റ്റഡ് ആണ് വരുന്നത്. ഇനി അലോയ് വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയമഗട്ട് അലോയ് വീല്, അതുപോലെ തന്നെ ഒരു 80% ഓടാനുള്ള നല്ല അപ്പോളോന്റെ ടയറും വരുന്നുണ്ട്. ബോഡി നോക്കുകയാണെങ്കിൽ നല്ല കിഡിലൻ പെയിന്റിങ് മാത്രമല്ല, റീപ്ലേസ് ഇല്ല. ബോഡിയോ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടി. വണ്ടിയുടെ ഡിക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടോ, സ്റ്റെപ്പിന് പോലും അൺടച്ച് ആണ്. സ്റ്റെപ്പിന് പോലും അൺടച്ച് ആണ്, കണ്ടില്ലേ? എല്ലാ ഭാഗങ്ങളും അൺടച്ച് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും നോക്കിയെടുക്കുക, അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. PY രജിസ്ട്രേഷനിലാണ് വണ്ടി വരുന്നത്. എന്നാൽ കൂടി കേരളത്തിൽ നമ്പർ ആക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ വാങ്ങുന്ന കസ്റ്റമർക്ക് ലോണും ഇടാം, അവരുടെ പേർക്ക് മാറ്റം ചെയ്യാം. ചെറിയൊരു ചെലവേ വരുന്നത്, ഒരു 10-20 രൂപയോളം ചെലവ് വരും. PY നല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേർക്ക് മാറ്റണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ ചെലവ്. എന്നാലും കുഴപ്പമില്ല. 19 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വന്ന വാഹനം. കീലെസ് എൻട്രി. അതെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട്, സീറ്റിൽ AC, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, 6 എയർ ബാഗ്, ഫോൺ വയർലെസ് ചാർജിങ്, സൺറൂഫ്, സ്റ്റിയറിംഗ് കൺട്രോൾ, പാഡൽ ഷിഫ്റ്റ്, ടച്ച് സ്ക്രീൻ, കിയ കണക്ട് തുടങ്ങി ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഫീച്ചേഴ്സ്. ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര കൊടുക്കാം ഈ ഒരു മുതൽ നമുക്ക്? ഇത് അല്ല, ഒരു മിനിറ്റ്, ഇത് ഓട്ടോമാറ്റിക് സാധാരണ AMT അല്ല. അതെ, ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു മാനുവൽ വണ്ടി ഓടിക്കുന്ന അതേ ഒരു ഫീലിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാം അല്ലെ. എത്ര നമുക്ക് ഈ കണ്ടീഷനിൽ ഇപ്പൊ ഒരു നിലവിൽ ഒരു പ്രശ്നം വണ്ടിക്കില്ല. സർവീസ് കറക്റ്റ് ആണ്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. 93,000 കിലോമീറ്ററിൽ 92,800 ഇപ്പൊ സർവീസ് കമ്പനി ചെയ്തതിന്റെ ബില്ല്, സർവീസ് ചെറിയ ഒരു തുച്ഛമായ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. നമുക്ക് ഈ കണ്ടീഷനിൽ 11.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. ലോൺ ആണെങ്കിൽ കേരള വണ്ടിയാണെങ്കിൽ ഈ ഒരു മോഡലിന് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിന് 14.5 ലക്ഷം രൂപ കൊടുക്കും, എങ്ങനെയും കൊടുക്കേണ്ടി വരും. അപ്പൊ നല്ലൊരു ഡീലാണ്. അപ്പൊ താല്പര്യമുള്ളവർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ. അപ്പൊ അടുത്തതായി നമുക്ക് ആ ഒരു ഫോർച്യൂണർ, ഇതാണ് വീഡിയോയിലെ പുലിക്കുട്ടി. 4x4 2013 ക്ലീൻ പീസ് ഫോർച്യൂണർ. 4x4 മാനുവൽ കിട്ടാൻ കുറച്ച് പാടാണ്. അതും മോഡൽ കൂടിയ വണ്ടി കിട്ടാൻ നല്ല പാടാണ്. മോഡൽ കുറഞ്ഞ വണ്ടി കിട്ടും, കൂടിയത് കിട്ടാൻ പാടാണ്. അത് ഈ ഒരു പ്രൈസിൽ, ഈ റേറ്റിൽ കിട്ടാൻ കുറച്ച് പണി. 2 വീൽ ഓട്ടോമാറ്റിക് കിട്ടും, 2 വീൽ മാനുവൽ കിട്ടും. 4x4 കിട്ടാൻ പാടാണ്. മാത്രമല്ല ഇതിന് മൈലേജ് ഉണ്ട്. 10 നമുക്കൊരു 14 വരെ മൈലേജ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. 2013 മോഡലാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, മീറ്ററിൽ കാണുന്നതാണ്. പക്ഷെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഏകദേശം ജെനുവിൻ ആണ്. അതിന്റെ ഹിസ്റ്ററി എടുത്തിട്ടില്ല. നമ്മൾ എടുത്തിട്ടില്ല. HR രജിസ്ട്രേഷൻ ആണ്. ബാക്കത്തെ ടൈലൈറ്റ് ഒക്കെ ഏകദേശം 10-20 രൂപ വില വരുന്ന ടൈലൈറ്റ്. ഇതൊന്ന് ജസ്റ്റ് നമ്മള് നമ്മൾ ഗ്രൗണ്ടിലിട്ടൊന്ന് കറക്കിന്റെ ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, വണ്ടി ബോഡി ഭാഗങ്ങളൊക്കെ പക്ക നീറ്റാണ്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50ന്റെ മുകളിൽ ഒരു 60% ടയർ വരുന്നുണ്ട്. നമ്മള് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതാ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, അതുപോലെ
തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മല കയറാൻ കുന്ന് കയറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഓഫ് റോഡ് പോകുന്നവർക്ക് ഓഫ് റോഡ് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ബെസ്റ്റ് മാനുവൽ തന്നെയാണ്. തീർച്ചയായിട്ടും മൈലേജ് കിട്ടും കേട്ടോ. മൈലേജും ഓട്ടോമാറ്റിക്കിനേക്കായി മൈലേജ് മാനുവലിനായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടി എത്രക്ക് കൊടുക്കാം ലാസ്റ്റ്? ഇത് നമുക്ക് ഒരു 10.5 ലക്ഷം രൂപക്ക് NOC വണ്ടിയാണ് കൊടുക്കാം. 10.5 ലക്ഷം രൂപ വിത്ത് NOC നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോ ലോൺ ആക്കേണ്ടവർക്ക് വേണമെങ്കിൽ നമുക്ക് ലോൺ NOC അവരെ പേരിൽ എടുത്തു കൊടുക്കാം. ഓക്കെ, അതെ 10.5 ലക്ഷം രൂപ കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ ആരും പ്രതീക്ഷിക്കരുത്, ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്പർ ആക്കാൻ ഏകദേശം ഒരു 1.60 വരെ ഉണ്ടെങ്കിൽ എന്നാലും ആ റേഞ്ചിൽ ഒരു സ്വിഫ്റ്റ് ഒക്കെ സ്വന്തമാക്കി. ഇപ്പൊ സ്വിഫ്റ്റ് ഏകദേശം 11 ലക്ഷം വില ഉണ്ട്. ഒരു സ്വിഫ്റ്റ് ഒക്കെ സ്വന്തമാക്കുന്ന റേറ്റിൽ ഒരു ഫോർച്യൂണർ NOC നമുക്ക് കൊണ്ടുപോകാം. നല്ല വണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് നമ്മളെ വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ് വണ്ടി, ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിന്റെ വില പോലും ആകുന്നില്ല ഒരു ഫോർച്യൂണറിന്, അതും മൈലേജ് ഇതിനേക്കായി ഒന്നും കൂടി മൈലേജ് കിട്ടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏകദേശം ഒരു 15 വരെ മൈലേജ് നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ലോങ് പോകുമ്പോൾ, ഷോർട്ടൊക്കെ പോകുമ്പോൾ ആ റേഞ്ച് കിട്ടൂല, പക്ഷെ അത്യാവശ്യം മൈലേജ് 12 ഇതിന്റെ മൈലേജ് ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് സീറ്റ് കവറൊക്കെ മാറ്റിയാൽ വണ്ടി വേറെ ലെവൽ. വേറെ ഒന്നും ചെയ്യാല്ല കേട്ടോ, മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാല്ല. വണ്ടി കണ്ടീഷൻ 2009 ഈ ബമ്പർ അങ്ങനെയുള്ള 1-2 സാധനം ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. അതെ അതെ അതെ. പിന്നെ ടയറൊക്കെ ഒരു 60% മുകളിലുണ്ട്. ഇത് മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2009 മോഡല്, 9 GJ രജിസ്ട്രേഷൻ ആണ്. മീറ്ററില് 1.18 കാണുന്നത്. ചാൻസ് കുറവാണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. പക്ഷെ എഞ്ചിനും വർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എഞ്ചിനാണ്. വർക്കിംഗ് ഒക്കെ പക്കയാണ്. ടയോട്ടയിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. സീറ്റ് കവർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൂ. സീറ്റ് കവർ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ എടുക്കുന്ന സമയത്ത് ആ ഒരു വൃത്തിയിൽ ഉപയോഗിച്ചോട്ടെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു മുശ്ചില് പോലെ ഉണ്ട്. വേറെ വലിയ കുഴപ്പമൊന്നും സീറ്റ് കവർ ഇല്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്, എയർ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട്, അതിൽ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ ഓടിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഓടിക്കാനൊക്കെ പക്കാ സുഖമാണ്. സ്റ്റിയറിംഗ് ഒക്കെ ഫ്രീ ആണ്. എനിക്ക് എങ്ങനെ വേണേലും എവിടെ കൊണ്ടുപോയിട്ട് വേണം ചെക്ക് ചെയ്തിട്ട് എടുക്കാം. വണ്ടിക്ക് ഒന്നും നമുക്ക് ഒരു പ്രോബ്ലംസ് ഇപ്പൊ നിലവിലില്ല. 4x4 ആണ്, മാനുവൽ ആണ്, മൈലേജും കിട്ടും. എത്ര കൊടുക്ക ഒരു ഫോർച്യൂണർ നമുക്ക്? ഈ വണ്ടി അധികം ആളും ശരിക്കും 10 എടുക്കുന്നതിനെക്കാട്ടും ലാഭം 9 എടുക്കുന്നതാണ്. 10ഉം 11 എടുക്കുമ്പോ ഇനിയിപ്പോ 10 ഈ വർഷം, 11 ആണെങ്കിൽ അടുത്ത വർഷം നമുക്ക് റിന്യൂവൽ എടുക്കേണ്ടി വരും. ഇപ്പൊ ഈ വണ്ടി 2009 ആയതുകൊണ്ട് റിന്യൂവൽ എടുത്തിട്ടുണ്ട് നമ്മള്. അതുപോലെ കേരള നമ്പർ ആക്കിയിട്ടില്ല. ഈ വണ്ടി റിന്യൂവൽ എടുത്ത് കേരള നമ്പർ ആക്കി അതിനൊരു 10-60,000 രൂപ രണ്ടും കൂടി വരും. ഇതൊക്കെ ചെയ്തിട്ട് അവരെ പേരിക്കാണ് മാറ്റിയിട്ട് വെറും 6,70,75,000 രൂപക്കാണ് കൊടുക്കാം. അതും നെഗോഷ്യബിൾ ആണ്, ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്നൊന്നും ലോൺ കിട്ടൂല. അത് പെട്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞ ലോൺ കിട്ടാൻ ചാൻസ് കുറവ്. കാരണം 9 മോഡൽ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ലോൺ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ വണ്ടികള്? നല്ല വണ്ടികളാണ്, പക്ഷെ ഓവർ പ്രൈസ് ഒന്നും പറയാനില്ല. ഇനിയിപ്പോ ആണെങ്കിൽ നല്ല കണ്ടീഷൻ വണ്ടികൾ നമ്മൾ ഫുള്ള് നോക്കി, വണ്ടികൾക്കൊന്നും മേജറോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടികൾ അവര് വന്ന്. പിന്നെ പ്രൈസ് ആണെങ്കിലും വലിയ ഓവർ പ്രൈസ് ഒന്നും പറയാനില്ല. ഈ സിവിക്കിനൊക്കെ 3.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ തന്നെ വീഡിയോ ചെയ്ത് വിറ്റിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഓഫർ നമ്മള് ആ വണ്ടിക്ക് വന്ന് കണ്ട് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടും. കാരണം ഇത്രയും ചെറിയ പ്രൈസിന് നല്ല ഹോണ്ടന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഹോണ്ടന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ടയോട്ടന്റെ വണ്ടി എടുക്കുകയാണെങ്കിലും ഏതും ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.